ഞാൻ അപ്പോഴേ അമ്മച്ചിയോട് പറഞ്ഞതാ, ഈ വയ്യാതിരിക്കുന്ന സമയത്ത് വെറുതെ റിസ്ക് എടുക്കണ്ട. നിന്റെ അപ്പച്ചനുള്ള കാലം മുതൽക്കേയുള്ള പരിചയമാണ് തോമാച്ചനുമായിട്ട്. 2 കുഞ്ഞുങ്ങളെയും വെച്ച് ബുദ്ധിമുട്ടിക്കഴിഞ്ഞ കാലത്തെ സഹായിക്കാനായിട്ട് വന്നവരിൽ ഒരാളാണ് കേട്ടോ സാലി. ഈ പാവം തോമാച്ചൻ നാട്ടിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ട്. കൊടുക്കാൻ തോമാച്ചന് കിടക്കാൻ ഏതോ അന്യനാട്ടിൽ 6 അടി മണ്ണ് വിലയ്ക്ക് വാങ്ങേണ്ടതായിട്ട് വന്നു. ചുമക്കുന്നത് അല്ലെങ്കിൽ ഈ തണുപ്പത്ത് അമ്മച്ചിയുടെ ശാരീരാവസ്ഥ ഒന്ന് നോക്കണ്ടേ? ഓ, മഴ വരുന്ന ലക്ഷണമുണ്ട്. നമ്മുടെ നാട്ടിൽ ട്രെയിൻ വരുന്ന പോലെ ഇവിടെ മഴ വരുന്നത്. എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, അമ്മച്ചിയായിട്ട് ഇവിടെ നിന്ന് ഞാൻ കാർ ഇങ്ങോട്ട്. എന്താടോ ഇത്? താൻ ഇപ്പോഴും തുണിയും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവാണോ? കുളിച്ചില്ലേ? ചേട്ടാ 5 മിനിറ്റ് 2-3 ഷർട്ടും കൂടി കഴുകാണ്ടായിരുന്നു. അതാ. എടാ അതെല്ലാം കൂടെ എടുത്താൽ വാഷിംഗ് മെഷീനിലേക്ക് ഇടാൻ പാടില്ലേ? തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്ത് താൻ അലക്കി വിളിപ്പിച്ചോണ്ടിരിക്കും, ഞാൻ പോവാ. ചേട്ടാ പോലെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരണ്ടേ? എടോ ഞാൻ ചെന്നിട്ട് വേണം ഹോട്ടൽ തുറക്കാൻ. തന്നെയും കാത്തിരുന്നാലേ നേരം പോവും. ചേട്ടൻ പോ. അതെ, പോകുമ്പോ ശരിക്കും വാതിലടച്ചിട്ട് പോണേ. ഓ, പുള്ളി ചെല്ലക്കിളി കുളിച്ചോണ്ടിരിക്കുവല്ലേ? ചേട്ടാ ഇതാര്? ഹണിമൂൺ പണിയോ? ഇതെന്നെത്തി? ആഹാ, അത് കൊള്ളാം. എന്നിട്ട് നീ ഇപ്പോഴാണ് വിളിക്കണേ? ഒരു വൈഫ് വീട്ടിൽ വന്ന് കയറേണ്ട താമസം. കഴിഞ്ഞ 10 വർഷം എല്ലാ തരികിടകൾക്കും കൂടെ തന്നാൽ കൂട്ടുകാരും പുറത്ത് അല്ലേ? വേണ്ട വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. ഇന്നൊക്കെ കോഴിന്ന് വിളിച്ചാലേ തറവാട്ടി പറഞ്ഞ കോഴികൾ തൂങ്ങിച്ചേ. ഹേയ്, ഹോൾഡ് ഓൺ എ സെക്കൻഡ്. ഒരു ചെറിയ ഓഫീസ് വർക്ക്. സ്റ്റേസി, വാട്ട് ഡിഡ് ഐ ടെൽ യു? റെഡ് ഈസ് യുവർ കളർ. Hey, let me get that fire extinguisher. You said this lady's on fire. Stop it. So, are we still on lunch? I'll think about it. Hey. പറയടാ. ഏയ്, നിന്നെപ്പോലെ അല്ലല്ലോ. ഒരു പാവം ബാച്ചിലറായി പോയില്ലേ? അന്തിക്ക് വേണ്ടതിന് വേണ്ടി അധ്വാനിച്ചല്ലേ പറ്റൂ. എന്ത് പറയാൻ, ഈ ഇടയായിട്ട് വന്ന് തടയുന്നതൊക്കെ ഒരു 30 റേഞ്ചാണ്. ഈ 30+ മേലുള്ള പെണ്ണുങ്ങൾ യുനോ ഈ സ്ട്രീറ്റിൽ കിടക്കുന്ന ചൂയിങ്കം പോലെയാണ്. ഇത്തിരി ബലമുള്ളത് കിട്ടാൻ കാത്തിടക്കാണ് കയറി ഒട്ടിപ്പിടിക്കാൻ. ഇന്ന് ഒരുത്തിയെ ഒരു കണക്കിനാണ് ഒഴിവാക്കിയത്. Well, tell me, what's happening with you? Hey, come on bro. നീ വീണ്ടും തുടങ്ങല്ലേ? 2 ദിവസം സിക്ക് ലീവ് ചോദിച്ചപ്പോൾ മെഡിക്കൽ ലെറ്റർ ചോദിച്ചാൽ ഡാഷ് മോനാണ് എൻ്റെ മാനേജർ. പിന്നെയാണോ 2 ആഴ്ചത്തെ ഇന്ത്യൻ ട്രിപ്പ്? ആൻഡ് മോറോവർ യു നോ, ഐ ഹേറ്റ് വെഡിങ്സ് ഇൻ ഇന്ത്യ മാൻ. ഒരുമാതിരി സ്ട്രീറ്റ് ഫെയർ പോലെയാണ്. പരിചയമുള്ളവരും ഇല്ലാത്തവരായിട്ട് ഒരു 10-2000 പേരുണ്ടാവും.